നമസ്കാരം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം ആവിഷ്കരിച്ച ഒരു പദ്ധതി ഇന്ന് രാജ്യമാകെ ശ്രദ്ധ നേടുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് 2.5 വർഷം കൊണ്ട്, അത് 5 സെമസ്റ്റർ ഡിഗ്രിയും 3.5 വർഷം 7 സെമസ്റ്റർ കൊണ്ട് ഓണേഴ്സും നേടുവാൻ കേരളം നടപ്പിലാക്കിയ ഈ ഒരു പരിഷ്കാരം UGC രാജ്യമാകെ നടപ്പിലാക്കുവാൻ പോകുകയാണ്. 4 വർഷ ബിരുദത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇക്കൊല്ലമാണ് പുതിയ പഠന സമ്പ്രദായം തുടങ്ങിയത്. ഈ 2.5 വർഷം കൊണ്ട് നേടുന്ന ബിരുദത്തിന് സാധാരണ ബിരുദത്തിന്റെ അംഗീകാരവും ഉണ്ടാവും. ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു സെമസ്റ്ററിൽ കോളേജിൽ പഠിച്ച് നേടേണ്ടത് 23 ക്രെഡിറ്റുകളാണ്. അത് 28 ക്രെഡിറ്റ് വരെ നേടാം. വിഷയത്തിന്റെ ഓൺലൈൻ കോഴ്സുകൾ ജയിച്ചാണ് 5 ക്രെഡിറ്റുകൾ നേടേണ്ടത്. ഓരോ സെമസ്റ്ററിനും നേടുന്ന 5 വീതം അധിക ക്രെഡിറ്റുകൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നിക്ഷേപിക്കും. 5ാം സെമസ്റ്ററിനൊടുവിൽ ഈ ക്രെഡിറ്റ് ഉപയോഗിച്ചാണ് 6ാം സെമസ്റ്റർ ഒഴിവാക്കി ബിരുദം നേടാനാവുക. ഇങ്ങനെ ക്രെഡിറ്റുകളിലൂടെ വിദ്യാഭ്യാസം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് കേരളം ആവിഷ്കരിച്ചിരിക്കുന്നത്. അധിക ക്രെഡിറ്റിന് ഏതെങ്കിലും ഓൺലൈൻ കോഴ്സ് പഠിച്ചാൽ പോരാ. അത് കേന്ദ്ര സർക്കാർ, UGC, MHRD, IITകൾ, വിദേശ വാഴ്സിറ്റികൾ എന്നിവയുടെ നിലവാരമുള്ള ഓൺലൈൻ കോഴ്സുകളുടെ പട്ടിക സർവകലാശാലകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ UGCയുടെ അംഗീകാരമുള്ള സ്വയം തുടങ്ങിയ പോർട്ടലുകളിലെ കോഴ്സുകളും പഠിക്കാം. ഈ കോഴ്സുകളിൽ നേടുന്ന ക്രെഡിറ്റ് അംഗീകരിക്കണമെന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളോടും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബിരുദ കോഴ്സിന് ചേർന്ന ശേഷം ലോകത്ത് എവിടെ നിന്നും പഠിക്കുന്ന ഓൺലൈൻ കോഴ്സുകളിലൂടെ നേടുന്ന ക്രെഡിറ്റുകളും ബിരുദ കോഴ്സ് പൂർത്തിയാക്കുവാൻ ഉപയോഗിക്കാം. ഇതിലൂടെ അവസാന സെമസ്റ്റർ ഒഴിവാക്കി മൂല്യവർദ്ധിത നൈപുണ്യ വികസന കോഴ്സുകൾ പഠിക്കുവാനും അങ്ങനെ തൊഴിൽ സാധ്യത കൂടുതൽ ലഭിക്കുവാനും വ്യവസായശാലകളിൽ നിന്ന് പരിശീലനം നേടുവാനും തുടങ്ങിയ നേട്ടങ്ങളുണ്ട്. 2.5 വർഷം കൊണ്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാൽ ഉപരിപഠനത്തിനും ചേരുവാൻ സാധിക്കും. കേരളത്തിന്റെ ഈ 4 വർഷ ബിരുദത്തിന് ദേശീയ തലത്തിൽ വലിയൊരു അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. 2 വർഷം മുൻപേ നടപ്പിലാക്കിയ ഈ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണം അത് മാതൃകയാക്കുവാൻ ഇപ്പോൾ UGC തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ അധ്യയന വർഷം മുതൽ ആരംഭിച്ച ഈ ഫാസ്റ്റ് ട്രാക്ക് ആശയമാണ് UGC പകർത്തുന്നത്. ഇതിലൂടെ 3 വർഷത്തെ ബിരുദ കോഴ്സ് 2.5 വർഷം കൊണ്ടും 4 വർഷ ബിരുദം 3 വർഷത്തിലും പൂർത്തിയാക്കുവാനുള്ള ഒരു അവസരമാണ് UGCയും ആലോചിക്കുന്നത്. ഇത് M-1 സെമസ്റ്റർ എന്ന ആശയത്തിലാണ് അവതരിപ്പിക്കുക. അടുത്ത അധ്യയന വർഷം മുതൽ ഇത് രാജ്യമെമ്പാടും പകർത്തുവാനായി UGC അതിൻ്റെ ഒരു കരട് മാതൃക ഉടൻ തയ്യാറാക്കും എന്നാണ് പറയുന്നത്. ഇതെല്ലാം വിദ്യാർത്ഥി പഠന കാലയളവിൽ നേടിയെടുക്കുന്ന ക്രെഡിറ്റുകളെ അടിസ്ഥാനമാക്കിയാണുള്ളത്. സംസ്ഥാനത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാം പ്രകാരം 3ാം വർഷത്തിൽ, അതായത് 6ാം സെമസ്റ്ററിൽ 133 ക്രെഡിറ്റ് ലഭിച്ചാൽ ബിരുദം ലഭിക്കും. ഇത് 2.5 വർഷത്തിൽ നേടിയാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. തുടർന്ന് ബിരുദാനന്തര ബിരുദത്തിനും ചേരാം. 4 വർഷത്തെ ഓണേഴ്സ് ബിരുദത്തിന് 177 ക്രെഡിറ്റാണ് നേടേണ്ടത്. 4 വർഷ ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ 1 വർഷത്തിനുള്ളിൽ PGയും പൂർത്തിയാക്കാം. ഗവേഷണത്തിന് 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദവും നേടാം. നിശ്ചിത ക്രെഡിറ്റ് നേടുന്ന മുറയ്ക്ക് PG ഇല്ലാതെ PhDക്ക് ചേരുവാനും നെറ്റ് എഴുതുവാനുമുള്ള സാഹചര്യം ഇതിലൂടെ ഒരുങ്ങുകയാണ്. 8ാം സെമസ്റ്ററിൽ ഇന്റേൺഷിപ്പിന് പകരം റിസർച്ച് ഗൈഡിന്റെ മേൽനോട്ടത്തിൽ തീസിസ് പൂർത്തിയാക്കിയാലാണ് റിസർച്ച് ബിരുദം ലഭിക്കുന്നത്. കൂടാതെ പഠന സമയത്ത് നേടുന്ന ക്രെഡിറ്റുകൾ ക്രെഡിറ്റ് ബാങ്കിൽ നിക്ഷേപിക്കുന്നത് വഴി ഡിഗ്രി 7 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയാലും മതി. ഇതേ തീരുമാനങ്ങളൊക്കെ അതുപോലെ തന്നെ നടപ്പിലാക്കുവാനാണ് UGC ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇതിനോടൊപ്പം ഒരേ സമയം 2 കോഴ്സുകൾ ചെയ്യുവാനുള്ള ഒരു അനുമതി UGC നേരത്തെ നൽകിയിരുന്നു. പക്ഷേ ഇത് നടപ്പാകാതെ വന്നതോടെ വീണ്ടും നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ മാർഗരേഖ പാലിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ചാണ് UGCയുടെ സെക്രട്ടറി സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. 2022 ഏപ്രിൽ 13 ഒരേ സമയം 2 കോഴ്സ് ചെയ്യുവാൻ അനുമതി നൽകിയുള്ള മാർഗരേഖ UGC പുറത്തിറക്കിയത്. പുതിയ കോഴ്സിന് പ്രവേശിക്കുമ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, TC എന്നിവ ഹാജരാക്കുവാൻ നിർബന്ധിക്കുന്നത് ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനോടൊപ്പം 2ാമത്തെ കോഴ്സിന് ചേരുവാൻ തടസ്സമായിട്ടുണ്ട്. ഇതിനെപ്പറ്റി പരാതികളും ഉയർന്നിരുന്നു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിന് സൗകര്യങ്ങൾ ചെയ്യുന്നില്ല എന്നത് മനസ്സിലാക്കിയാണ് UGC കത്തയച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം 2 ഫുൾ ടൈം കോഴ്സോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം കോഴ്സും ഒരു ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സോ ചെയ്യുവാൻ UGCയുടെ മാർഗരേഖയിൽ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ 2 ഫുൾ ടൈം കോഴ്സുകൾ ഒരേ സമയം ചെയ്യുമ്പോൾ അതിൻ്റെ പഠന സമയം ഒരുപോലെ വരരുത് എന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. UGC അംഗീകൃത രീതിയിലുള്ള ബിരുദ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുവാനാണ് ഇത്തരത്തിൽ അനുമതിയുള്ളത്. അങ്ങനെ പണ്ട് കാലത്ത് 3 വർഷം കൊണ്ട് ഡിഗ്രിയും 2 വർഷം കൊണ്ട് PGയും
അത് കഴിഞ്ഞ് PhDയും എന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഒരേ സമയം തന്നെ പല വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത് പഠിക്കുവാനും ഇഷ്ടമുള്ള വിഷയം ചേർത്ത് പഠിക്കുവാനും തുടങ്ങിയ സവിശേഷമായ മാറ്റങ്ങളോടെയാണ് ആധുനിക കാലത്തെ കോഴ്സുകൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പുതിയ കോഴ്സുകളെല്ലാം തുടക്ക അവസ്ഥയിലായതിനാൽ ഇപ്പോഴും ഇതിൻ്റെ വ്യക്തമായ ഒരു രൂപമോ പരിശീലനമോ അധ്യാപകർക്കും മറ്റു സംവിധാനങ്ങൾക്കും ലഭിച്ചിട്ടില്ല എന്നൊരു പോരായ്മ കൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. എന്നിരുന്നാലും ഇത് വരും നാളുകളിൽ എല്ലാ പ്രശ്നങ്ങളും മാറി കൃത്യമായ തരത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതോടെ കാലത്തിനനുസരിച്ച് വ്യാവസായിക IT സാങ്കേതിക വിദ്യകളിലുള്ള പ്രാവീണ്യം നേടുവാനും തൊഴിൽ സാധ്യതയ്ക്കുമുള്ള സാഹചര്യമൊക്കെ പുതിയ ഡിഗ്രി കോഴ്സിന്റെ സമ്പ്രദായത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ നാളുകളായി ഒരു വിചിന്തനം നടത്തണമെന്ന് എല്ലാ മേഖലകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കോഴ്സ് സമ്പ്രദായം കേരളം നടപ്പിലാക്കുന്നത്. അത് UGC രാജ്യമെമ്പാടും അതേ രീതിയിൽ നടപ്പിലാക്കുവാൻ പോകുന്നു എന്ന വാർത്തയും വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.